വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി കലോത്സവം മഞ്ചാടിക്കൂട്ടം 2026 സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ 2 ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് മാറ്റു തെളിയിച്ച പവിത്ര ഗോൾഡ്, പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം. കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു. ഉന്നത നിലവാരമുള്ള AC ആൻഡ് നോൺ AC വെയർഹൌസ് സൗകര്യങ്ങൾ, ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ, സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ലഭ്യമാണ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 24 വാർഡുകളിലായി പ്രവർത്തിക്കുന്ന 65 അംഗൻവാടികളിൽ നിന്നുള്ള 100 കണക്കിന് കുട്ടികൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ കലോത്സവത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T സുഭാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ D സുന്ദർരാജ്, R സെൽവത്തായ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് PT, വാർഡ് മെമ്പർ അൽഫോൺസ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ചടങ്ങിൽ ICDS സൂപ്പർവൈസർ ശ്രീദേവി NR കൃതജ്ഞതയും അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സമാപിച്ചത്. സമാപന യോഗം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്യുകയും കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. നിരവധിയായ കുട്ടികളും മാതാപിതാക്കളും അംഗൻവാടി പ്രവർത്തകരുമാണ് പരിപാടിയിൽ പങ്കാളികളായത്.